ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മദർ PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് 27/11 മുതൽ 26/12. ഞാനവിടെ 26/11 എന്നാണ് എഴുതിയത്. 26/12 ഓക്കെ, 26/12 വരെ നീണ്ടു നിൽക്കുന്ന ഒരു 30 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് അതിന് ഡേ 1 കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റഡി പ്ലാന് അല്ലെങ്കിൽ നമ്മുടെ പഠനം ആരംഭിക്കുന്നതിന് മുന്നിൽ ഒരു നോട്ട് ഇതേപോലെ കരുതി വെക്കുക. ഈ നോട്ടിൽ നമ്മൾ ഡെയിലി പഠിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റഡി റെക്കോർഡർ എന്നുള്ള പേരിൽ ഈ ഒരു ബുക്ക് നിങ്ങൾ അസൈൻ ചെയ്ത് വെക്കുക. ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ എഴുതാൻ. ഒന്നാമത്തെ കോളത്തിൽ സീരിയൽ നമ്പർ 1 2 3 നമ്മൾ കൗണ്ട് ഡൗൺ എത്ര ദിവസം എന്നുള്ളത് പോവാന്ന്. അടുത്തതിൽ വരുന്നത് കൗണ്ട് ഡൗൺ ആണ്. അതായത് ഇപ്പോൾ 1-ാം ദിവസം വരുമ്പോൾ 30 ദിവസത്തേക്കുള്ള സ്റ്റഡി പ്ലാൻ. അപ്പോൾ 30-ാം ഇനി 30 ദിവസമുണ്ട്. ഇനി നാളെ 2-ാം ദിവസം ആകുമ്പോഴേക്കും എത്രയാവും? 29. ആ രീതിയിലാണ് പോകുന്നത്. ഇനി 3-ാമത്തെ കോളത്തിൽ വരുന്നത് ഡേറ്റ് ആൻഡ് ഡേ. ഇന്ന് 27-ാം, ഇന്നത്തെ ഡേറ്റ്, ഇന്നത്തെ ദിവസം അതെഴുതി. സബ്ജക്റ്റ് വരുന്നത് നമ്മളിന്ന് GKയിലുള്ള പോർഷൻസാണ് ഫസ്റ്റ് വരുന്നത്. ഇന്ന് GK മാത്രമല്ല, മോർണിംഗിൽ GKൻ്റെ ക്ലാസ്സാണ് വരുന്നത്, ഈവനിങ്ങിൽ മറ്റ് ക്ലാസ്സുകൾ വരും. പിന്നെ ടോപ്പിക്ക് വരുന്നത് ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ ആ സബ്ജക്റ്റിൽ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഇന്ന് 5-ാം ക്ലാസ്സിൽ 9, 10, 11 ജനങ്ങൾക്ക് വേണ്ടി കേരളക്കരയിൽ നമ്മുടെ ഇന്ത്യ, ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ എന്തൊക്കെ എഴുതാം. അതായത് നമ്മളിപ്പോൾ ഏത് ബുക്കാണ് റെഫർ ചെയ്യുന്നത് അതിൻ്റെ പേജ് നമ്പർ മാത്രം വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. പിന്നെ അവിടെ തന്നെ വേണമെങ്കിൽ ഒരു കോളം കൊടുത്തിട്ട് ഇന്ന് പഠിച്ചത് നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യുമ്പോൾ ആ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടിക്ക് ഇടാവുന്നതാണ്. ഇനി ഇവിടെ R1, R2, R3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് റിവിഷൻ 1, റിവിഷൻ 2, റിവിഷൻ 3. നമ്മളെങ്ങനെയായാലും എക്സാമിന് മുന്നേ ഈ പഠിച്ച കാര്യങ്ങൾ 2 തവണ റിവിഷൻ ചെയ്യണം. എക്സാമിനോടനുബന്ധിച്ച് 1 തവണ. അങ്ങനെയാണ് R1, R2, R3 എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ നമ്മൾ പഠിച്ച് റിവിഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്കും നന്നായിട്ട് ഓർമ്മയിലിരിക്കും. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. SCERT പഠിക്കുന്നതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ ബുക്കാണ്. വളരെ നല്ല ബുക്കാണ്. ഒരുപാട് പോയിൻറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി 9-ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാം. 9-ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ജനങ്ങൾക്ക് വേണ്ടി. ഇതാണ് 9-ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. നമുക്കിതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയാവും. ഒന്നാമത് ഇവിടെ പറയുന്നത് ജനാധിപത്യം. എന്താണ് ജനാധിപത്യം? അതാണ് പറയുന്നത്. ആ ജനാധിപത്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ഇതേത് പദത്തിൽ നിന്നാണ് വന്നത് എന്നൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ജനാധിപത്യം എന്ന് അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഓക്കെ, എന്താണ് ഈ ജനാധിപത്യം എന്നുള്ള വേർഡ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഇംഗ്ലീഷ് പദം എന്താണ്? ജനാധിപത്യത്തിൻ്റെ ഡെമോക്രസി. ഈ ഡെമോക്രസി എന്നുള്ള പദം വന്നത് എവിടെ നിന്നാണ്? ഗ്രീക്ക് പദമായ ഡെമോക്രാറ്റിയ. നമുക്കറിയാം ഒട്ടുമിക്ക പദങ്ങളും ഗ്രീക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഡെമോക്രസി എന്നുള്ള വേർഡ് ഡെമോക്രാറ്റിയ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ജനം എന്നർത്ഥം വരുന്ന ഡയമോസ് ശക്തി അഥവാ അധികാരം, ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായതാണ് ഡെമോക്രസി. ജനം എന്നർത്ഥമുള്ള ഡമോസ്, ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായതാണ് ഡെമോക്രസി. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഗാന്ധിജിയുടെ വാക്കുകളാണിത്. ഗാന്ധിജി എന്താ പറഞ്ഞത്? ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കനാണ് ഇങ്ങനെ
നിർവചിച്ചത്. ജനാധിപത്യത്തെ നിർവചിച്ചത് എങ്ങനെയാണ്? എബ്രഹാം ലിങ്കൺ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ആഗോള ആദരവ് പിടിച്ചുപറ്റിയ ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്. ജനാധിപത്യത്തെ ഇങ്ങനെ നിർവചിച്ച ആരാണ്? അമർത്യ സെൻ. അമർത്യ സെൻ എങ്ങനെയാണ് ജനാധിപത്യത്തെ നിർവഹിച്ചത്? ആഗോള ആദരവ് പിടിച്ചുപറ്റിയ ഏക ഭരണ സംവിധാനം. ഏത് ഭരണ സംവിധാനത്തിനാണ് ആഗോള തരത്തിലുള്ള ഒരു ആദരവ് പിടിച്ചുപറ്റാൻ പറ്റിയത്? യെസ്, ജനാധിപത്യ ഭരണ സംവിധാനത്തിന്. ഇങ്ങനെ നിർവചിച്ചതാരാണ്? അമർത്യ സെൻ. ഇനി നിയമവാഴ്ച എന്താണെന്നാണ് നോക്കുന്നത്. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അതനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇതാണ് നിയമവാഴ്ച. ഇനി നമ്മൾ 10ാമത്തെ പാഠത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേരളക്കരയിൽ നിന്നാണ് പാഠത്തിൻ്റെ പേര്. കേരളമേ നിന്നെ ഓമന പേർ കേൾക്ക കോൾമയർ കൊള്ളുന്നെന്നുള്ള കേരളത്തെ ഇങ്ങനെ വർണ്ണിച്ചത് ആരാണ്? എസ്.കെ. പൊറ്റക്കാട്. കേരളമേ നിന്റെ ഓമന പേർ കേൾക്ക കോൾമയർ കൊള്ളുന്നുള്ള മെന്നും കേരളത്തെ ഇങ്ങനെ നിർവചിച്ചത് എസ്.കെ. പൊറ്റക്കാടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. ഇടനാട് തീരപ്രദേശം നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ മലനാട് എത്ര മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് അറിയപ്പെടുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കിടക്കുന്ന മലനിരയുടെ പേരാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം എവിടെ മുതൽ എവിടം വരെയാണ്? തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കിടക്കുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? സഹ്യാദ്രി. മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി. കേരളത്തിലാണെങ്കിലോ സഹ്യപർവ്വതം. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ മറ്റ് പേരുകൾ സഹ്യാദ്രി, സഹ്യപർവ്വതം. കേരളത്തിലാണെങ്കിൽ സഹ്യപർവ്വതം, മഹാരാഷ്ട്രയിലാണെങ്കിൽ സഹ്യാദ്രി. സൈലൻറ്റ് വാലി ഏത് താലൂക്കിലാണ്? മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലൻറ്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രമാണ് സൈലൻറ്റ് വാലി. നമുക്കറിയാവുന്ന ബേസിക് പോയിൻ്റാണ് അല്ലേ? സൈലൻറ്റ് വാലി ഏത് താലൂക്കിലാണ്? മണ്ണാർക്കാട്. ഏത് കുരങ്ങുകളുടെ ആവാസ കേന്ദ്രമാണ് സൈലൻറ്റ് വാലി? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ. അപ്പോൾ സമുദ്രത്തിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഇനി നമ്മൾ ഇടനാടിനെ പറ്റി നോക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഇടനാട്. ഇടനാടിൻ്റെ ഉയരം എത്രയാണ്? 7.5 മുതൽ 75 മീറ്റർ വരെ. 7.5 മുതൽ 75 മീറ്റർ വരെ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. തീരപ്രദേശമാണെങ്കിൽ 7.5 മീറ്റർ വരെ മാത്രമേ ഉയരം ഉണ്ടാവുള്ളൂ. ഇടനാടാണെങ്കിൽ 7.5 മുതൽ 75 മീറ്റർ വരെ. മലനാടാണെങ്കിലോ 75 മീറ്ററിൽ മുകളിൽ ഉയരമുള്ള പ്രദേശം. കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്ന കാലമാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലഘട്ടത്തിലാണ് കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്നത്. കേരളത്തിൽ ഇടവപ്പാതി, കാലവർഷം എന്നറിയപ്പെടുന്നത്. ഇടവപ്പാതി, കാലവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ഇടവപ്പാതി, കാലവർഷം. അത് ഏത് മാസത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ജൂൺ ടു സെപ്റ്റംബറിലാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ, ഇടവപ്പാതി, കാലവർഷം എന്നറിയപ്പെടുന്നത്. തുലാവർഷം. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂണാണ്. തുലാവർഷം വടക്ക് കിഴക്കൻ മൺസൂൺ. ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം തെക്ക് പടിഞ്ഞാറ് മൺസൂൺ.
തുലാവർഷം നമുക്ക് ലഭിക്കുന്നത് ഒക്ടോബർ ടു നവംബർ, ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ലഭിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴ ഏത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്? ഏത് കാലഘട്ടം? തുലാവർഷത്തിലാണ് വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴ. പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 44 നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്നത്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. എങ്ങോട്ടാണ് ഇത് ഒഴുകുന്നത്? ഈ 3 നദികൾ കിഴക്കോട്ട്. കബനി, ഭവാനി, പാമ്പാർ. മറ്റുള്ള 41 നദികളോ പടിഞ്ഞാറോട്ട്. കേരളത്തിൽ നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിൽ നീളം കൂടിയ നദി പെരിയാർ. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയി ഇപ്പോൾ പുനർജനിപ്പിക്കുന്ന അട്ടപ്പാടിയിലെ പുഴ കൊടുങ്ങരപ്പള്ളം പുഴ. കൊടുങ്ങരപ്പള്ളം പുഴ ഒരു കാലത്ത് വറ്റി വരണ്ട് പോയിട്ടിപ്പോൾ പുനർജീവനം ചെയ്തു വരികയാണ്. അട്ടപ്പാടിയിലാണിത്. കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം. കൊടുങ്ങരപ്പള്ളം, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പുഴ, വറ്റി വരണ്ട് പോയ പുഴ, അട്ടപ്പാടിയിലെ പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് പെരുമാൾമുടി, തമിഴ്നാട്ടിലെ പെരുമാൾമുടിയിലാണ്. കൊടുങ്ങരപ്പള്ളം പുഴയുടെ പതനസ്ഥാനം, ഉത്ഭവം പഠിച്ചു പെരുമാൾമുടി, തമിഴ്നാട്. ഭവാനിപ്പുഴയിലാണിത് പതനസ്ഥാനം, ഇതിൻ്റെ പതനം അവസാനം വരുന്നത്. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. കായലുകൾ എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങൾ. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കായലുകൾ എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങൾ, അതാണ് കായൽ. തടാകങ്ങൾ എന്ന് പറഞ്ഞാലോ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങൾ. ചുറ്റും എന്തായിരിക്കും? കരയായിരിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടു കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? അതിൽ വേറൊരു പോയിൻറ്റും കൂടിയുണ്ട്. എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. ശാസ്താംകോട്ട എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട. കേരളത്തിൽ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്സവമാണ് ഓണം. കേരളത്തിൽ വിളയിറക്ക് ആഘോഷമാണ് വിഷു. വിളവെടുപ്പുമായി ബന്ധപ്പെട്ടത് ഓണം, വിളയിറക്ക് വിഷു. ഓക്കെ, അപ്പം നമ്മുടെ 10ാമത്തെ പാഠം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ 11ാമത്തെ പാഠം, നമ്മുടെ ഇന്ത്യ. ഏഷ്യൻ വൻകരയുടെ ഏത് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? തെക്കു ഭാഗത്ത്. ഏഷ്യൻ വൻകരയുടെ തെക്കു ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28. പക്ഷേ ഇപ്പോൾ 28 ആണോ? എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാം. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം മൗണ്ട് സിൻഡ്രം, മേഘാലയ. മേഘാലയയിലെ മൗണ്ട് സിൻഡ്രത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ, അതെ, ഡിസംബർ ഫെബ്രുവരിന് വരാൻ പോവുകയാണ് അല്ലേ? ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ ഫെബ്രുവരി മാസത്തിലാണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ മാർച്ച്, മെയ്. ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച്, മെയ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമി. അപ്പോൾ നമ്മുടെ GKയുടെ ഫസ്റ്റ് സെക്ഷൻ ക്ലാസ്, ഇന്നത്തെ ഫസ്റ്റ് സെക്ഷൻ ക്ലാസ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി ഇത് അടുത്ത ക്ലാസ്സിന് മുന്നേ പെട്ടെന്ന് പഠിച്ചു തീർക്കുക. അടുത്ത ക്ലാസ് വൈകുന്നേരം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.